ഈശോയിൽ എനിക്ക് ഏറ്റവും വാത്സല്യമുള്ള ഷക്കേന ടെലിവിഷൻ്റെ പ്രിയങ്കരായിട്ടുള്ള പ്രേക്ഷകരെ, ഷക്കേന ടെലിവിഷനിലൂടെ പ്രേക്ഷിത പ്രവർത്തനത്തെക്കുറിച്ചുള്ള ഒരു പുതിയ പങ്ക്തി നമ്മൾ സമാരംഭിക്കുകയാണ്. ഈ പങ്ക്തി നിങ്ങൾക്ക് ദൈവാനുഗ്രഹമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ പങ്ക്തിയെ മുഴുവൻ ദൈവത്തിൻ്റെ കരങ്ങളിലെ സമർപ്പിക്കുന്നു. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോടൊക്കെ ഒരു നിമിഷം കരങ്ങൾ കൂപ്പാനും കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാനും ഞാൻ അപേക്ഷിക്കുകയാണ്. പിതാവായ ദൈവത്തിൻ്റെ പ്രേക്ഷിതനായിട്ട് ലോകത്തിലേക്ക് വന്ന ഞാൻ രക്ഷകനായ ഈശോനാഥ, ഞങ്ങൾ സംപ്രേഷണം ചെയ്യുന്ന അങ്ങയുടെ രക്ഷാകര ദൗത്യത്തിൻ്റെ പ്രേക്ഷിത മാനത്തെക്കുറിച്ചുള്ള ഈ വലിയ പാഠങ്ങളും പ്രായോഗിക പദ്ധതികളും അങ്ങ് തന്നെ സ്വീകരിക്കണേ. അങ്ങ് തന്നെ കരം പിടിച്ച് വഴി നടത്തണേ. പ്രേക്ഷിത പ്രവർത്തനത്തിലെ ഈശോയുടെ കൂടെ സന്തത സഹചാരിയായ പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണേ. ആമേൻ. പ്രേക്ഷിത പ്രവർത്തനത്തെക്കുറിച്ചുള്ള ഈ പുതിയ പാഠഭാഗം ആരംഭിക്കാൻ പ്രേരിപ്പിച്ച ഒരു പശ്ചാത്തലം പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ 2018 നവംബർ മാസം 13 ഞായറാഴ്ചകളിൽ ജനങ്ങൾക്ക് നൽകുന്ന ഉപദേശത്തിലെ നടത്തിയ ഒരു പ്രഖ്യാപനമാണ്. പരിശുദ്ധ പിതാവ് കൃത്യമായിട്ട് പറഞ്ഞു, 2019 ഒക്ടോബർ മാസം 1 തുടങ്ങി 31 വരെ സാർവത്രിക സഭ എക്സ്ട്രാ ഓർഡിനറി മിഷൻ മന്തായി ആചരിക്കുകയാണ്. അസാധാരണമായ ഒരു പ്രേക്ഷിത മാസം. എല്ലാ ഒക്ടോബറിലും 3-ാമത്തെ ഞായറാഴ്ച സാർവത്രിക സഭ മുഴുവൻ പ്രേക്ഷിത ഞായർ സാഘോഷം കൊണ്ടാടാറുണ്ട്. എന്നാൽ ഈ 2019 പ്രേക്ഷിത ഞായർ ഒരു ഞായറാഴ്ച മാത്രം ഒതുങ്ങുന്ന ഒരാചരണമല്ല. ഒക്ടോബർ 1 തുടങ്ങി ഒക്ടോബർ 31 വരെ 31 ദിവസങ്ങളിലും പ്രേക്ഷിത ആഭിമുഖ്യം, പ്രേക്ഷിത അവബോധം, പ്രേക്ഷിത ആത്മസമർപ്പണം ഇവ സംജാതമാക്കാൻ സഭാമക്കൾ സഭാ നേതൃത്വത്തോട് കരം കോർക്കണം. മാക്സിമം ഇല്ലൂദ്. ഈ അപ്പസ്തോലിക പ്രബോധനം ബെനഡിക്ട് 15 മാർപ്പാപ്പ നമുക്ക് നൽകിയിട്ട് 2019 100 വർഷം തികയുകയാണ്. മാക്സിമം ഇല്ലൂദ് എന്ന ഈ അപ്പസ്തോലിക ലേഖനത്തിൻ്റെ 100-ാമത്തെ വാർഷികം പ്രമാണിച്ചിട്ടാണ് 2019 ഒക്ടോബർ 1 തുടങ്ങി 31 വരെയുള്ള ഈ അസാധാരണ പ്രേക്ഷിത മാസം സഭ സാഘോഷം സമാചരിക്കുന്നത്. മാക്സിമം ഇല്ലൂദ് ഈ പദത്തിൻ്റെ അർത്ഥം എല്ലാവർക്കും അറിയാം. ദ മാഗ്നിഫിസൻറ്റ് ബിഗിനിങ്. വളരെ മഹനീയമായ സമാരംഭം. അതാണ് ആ വാക്കിൻ്റെ അർത്ഥം.
ദ മാഗ്നിഫിസൻറ്റ് ബിഗിനിങ്. നടപടിയുടെ പുസ്തകത്തിലെ 2-ാമത്തെ അധ്യായത്തിലെ ശ്ലീഹന്മാരെ പന്തക്കുസ്തായ്ക്ക് ശേഷം നടത്തിയ സമാരംഭത്തെക്കുറിച്ചാണ് ഒന്നാമതായിട്ട് ബെനഡിക്ട് 15 മാർപ്പാപ്പ ഈ പദപ്രയോഗത്തിലൂടെ സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്കറിയാം, കർത്താവിൻ്റെ മരണത്തിന് ശേഷം ശിഷ്യന്മാരെ ഭയചകിതരായിരുന്നു. അവരെ സെഹ്യോൻ ഊട്ടുശാലയിൽ കയറി കതകടച്ച് ഒളിച്ചു പാർത്തവരായിരുന്നു. ജനങ്ങളെ അഭിമുഖീകരിക്കാൻ അവർക്ക് ആത്മധൈര്യമില്ലായിരുന്നു. എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാരെ തങ്ങളുടെ കൂടെ നടന്ന സഹയാത്രികനോട് പറഞ്ഞു, ജെറൂസലേമിൽ നടന്ന കാര്യങ്ങൾ അറിയാത്ത ഏകവിജാതിയൻ താനാണോ? ഞങ്ങൾ രക്ഷകനെന്ന് കരുതി കൂടെ കൊണ്ടു നടന്ന യേശുക്രിസ്തുവിനെ അവർ കുരിശിലേറ്റി കൊന്നുകളഞ്ഞു. ഇപ്പം ചിലർ പറയുന്നുണ്ടാവും അവൻ ഉത്ഥാനം ചെയ്തുവെന്ന്. ഞങ്ങൾക്കതിൽ വിശ്വാസമില്ല. ഞങ്ങൾ വിട്ടുപോകുകയാണ്. ഒരു അപ്പസ്തോലന്മാരുടെ മാനസികാവസ്ഥ വ്യക്തമാക്കുന്ന ഒരു അനുഭവമാണത്. അത്തരത്തിലുള്ള ഒരു അനുഭവത്തിലെ കതകടച്ച് യഹൂദരെ പ്രതി ഭയന്ന് ഒളിച്ചു പാർത്ത ശിഷ്യന്മാരുടെ മേലെ 50-ാമത്തെ ദിവസം, പന്തക്കുസ്താ ദിവസം, പരിശുദ്ധാത്മാവ് ഇറങ്ങി. പരിശുദ്ധാത്മാവ് അവർക്ക് നൽകിയ അഭിഷേകത്തിൻ്റെ ഫലം 2ആയിരുന്നു. ഒന്ന്, കതക് തള്ളി തുറന്ന് അവർ പുറത്തു വന്നു. ജെറുസലേം ദേവാലയത്തിൻ്റെ പ്രധാന മുഖമണ്ഡപത്തിലെ പത്രോസും ശിഷ്യന്മാരും യഹൂദന്മാരെ ധൈര്യമായിട്ട് അഭിമുഖീകരിച്ചു. ആദ്യമായിട്ട് പന്തക്കുസ്താ തിരുനാളിലെ പങ്കെടുക്കാൻ വന്ന യഹൂദന്മാരോട് പത്രോസ് പരസ്യമായിട്ട് പ്രസംഗിച്ചു. പേടിത്തൊണ്ടനായ, ഭയചകിതനായ, പിറകോട്ട് മാറിയ പത്രോസ് മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ക്രൂശിലേറ്റി കൊന്നുകളഞ്ഞ ക്രിസ്തു ഉത്ഥാനം ചെയ്തു. അവൻ്റെ നാമമല്ലാതെ മറ്റൊരു നാമം നൽകപ്പെട്ടിട്ടില്ല. അവൻ്റെ നാമമാണ് രക്ഷയുടെ അടയാളം. അവനിലൂടെ അല്ലാതെ ആരും രക്ഷ പ്രാപിക്കുകയില്ല. സ്നേഹമുള്ളവരെ, ഈ ആദ്യ പ്രസംഗത്തിലെ 3000-ഓളം പേരെ സ്നാനം സ്വീകരിച്ചു. ക്രിസ്തുവിൻ്റെ സഭയെ അവർ വിശ്വാസത്തിൻ്റെ വഴിയിൽ സന്തോഷമായിട്ട് സ്വീകരിച്ചു. അവരെ പഴയ നിയമത്തിൽ നിന്ന് ഒരു പുതിയ നിയമത്തിലേക്ക് പ്രയാണം ആരംഭിച്ചു. മാക്സിമം ഇല്ലൂദ്, ദ മാഗ്നിഫിസൻറ്റ് ബിഗിനിങ്. ഈ പുതിയ പ്രയാണത്തെക്കുറിച്ചാണ് ഈ പ്രയോഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഈ പ്രയോഗത്തിന് 2ാമതൊരു അർത്ഥമുണ്ട്, മാക്സിമം ഇല്ലൂദ്, ദ മാഗ്നിഫിസൻറ്റ് കമാൻഡ്. കർത്താവ് ഒരുപാട് കാര്യങ്ങൾ നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ട്. പരിശുദ്ധ കുർബാന സ്ഥാപിച്ചുകൊണ്ട് അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഇത് ചെയ്യുവിൻ. അത് വലിയൊരു കൽപ്പനയാണ്. നമ്മൾ ഒന്നിച്ചു കൂടുമ്പോഴൊക്കെ അവൻ്റെ മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും ഓർമ്മ പുതുക്കുന്ന ഈ പെസഹ രഹസ്യങ്ങളുടെ ആഘോഷം അവൻ്റെ കൽപ്പനയാണ്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. കർത്താവിൻ്റെ കൽപ്പനയാണ്. എന്നാൽ ബെനഡിക്ട് 15 മാർപ്പാപ്പ മാക്സിമം ഇല്ലൂദ് എന്ന അപ്പസ്തോലിക ലേഖനത്തിൽ പറയുന്നു, കർത്താവ് നൽകിയ എല്ലാ കൽപ്പനകളിലും വെച്ച് ഏറ്റവും പരമപ്രധാനമായ കൽപ്പന, നിങ്ങൾ ലോകമെങ്ങും പോയി സകല ജാതികളോടും സുവിശേഷം പ്രസംഗിക്കണം. വിശ്വസിക്കുന്നവരെ നിങ്ങൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മാമുദിസ നൽകണം. അങ്ങനെ മാമുദിസ നൽകപ്പെട്ടവരെ
കൂട്ടിച്ചേർക്കുന്ന സഭ മാക്സിമം ഇല്ലൂത്. ഈ വലിയ ആരംഭം, സഭയുടെ തുടക്കം, ഈ വലിയ കൽപ്പന സഭ പ്രാവർത്തികമാക്കിയതിൻ്റെ വളർച്ച, കർത്താവ് സുവിശേഷത്തിൽ പറയുന്ന കടുകുമണിയുടെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ട്. കടുകുമണി ഈ ഭൂമിയിൽ പാകിയപ്പോൾ അത് വിത്തുകളിൽ ഏറ്റവും ചെറുതായിരുന്നു. നഗ്നനേത്രങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിയാത്ത വിധത്തിൽ അത്ര ചെറുതായ കടുകുമണി. പക്ഷെ അനുഗ്രഹത്തിൻ്റെ മഴ പെയ്തപ്പോൾ അത് മുള പൊട്ടി, അടിയിലോട്ട് വേരുകളും മുകളിലോട്ട് ശാഖകളും, പിന്നീട് അതൊരു മരമായി, അതൊരു വലിയ തരുവായി, അതിൻ്റെ ശിഖരങ്ങളിലെ ആയിരങ്ങൾ കൂടുകൂട്ടി. ഈ വലിയ പ്രതീകം അത് കത്തോലിക്ക സഭയെക്കുറിച്ചുള്ള ഒരു പ്രതീകമാണ്. ആരംഭിച്ചപ്പോൾ വളരെ കുറച്ച് ആളുകൾ, 12 പേരിൽ നിന്ന് ഒറ്റിക്കൊടുത്ത യൂദാസിനെ മാറ്റി നിർത്തുകയാണെങ്കിൽ 11 പേര്, 12 തികയ്ക്കാൻ പിന്നെ മത്തിയാസിനെ തെരഞ്ഞെടുത്തതാണ്. 12-ൽ നിന്ന് തുടങ്ങിയത് ഈ ഭൂഖണ്ഡത്തിലെ, ഈ ലോകത്തിലെ ഏറ്റവും വലിയ വിശ്വാസ സംഹിതയായി, വിശ്വാസ സമൂഹമായി, ഒരു വലിയ ദൈവജനമായിട്ട് മാറപ്പെട്ടു. അതുകൊണ്ട് പരിശുദ്ധ പിതാവ് പറയുകയാണ്, മാക്സിമം ഇല്ലൂത് എന്ന പ്രയോഗത്തിന് 2 അർത്ഥമുണ്ട്. പന്തക്കുസ്തായിലെ കതക് തുറന്ന ധീരരായ അപ്പസ്തോലന്മാരുടെ സുവിശേഷ പ്രസംഗത്തിൻ്റെ തുടക്കം കൊണ്ട് ആരംഭിച്ച ഒരു സഭ. നിങ്ങൾ ലോകമെങ്ങും പോയി സകല ജാതികളോടും എൻ്റെ സുവിശേഷം അറിയിക്കുവിൻ. ആ കൽപ്പന ലോകാവസാനത്തോളം വരെ പ്രാവർത്തികമാക്കാൻ കടപ്പെട്ട സഭ. മാക്സിമം ഇല്ലൂത് എന്ന അപ്പസ്തോലിക ലേഖനം ബെനഡിക്റ്റ് 15 മാർപ്പാപ്പ സഭയ്ക്ക് നൽകുന്നതിന് ഒരു ചരിത്രപരമായിട്ടുള്ളൊരു പശ്ചാത്തലമുണ്ട്. സഭയുടെ മിഷൻ പ്രവർത്തനം പന്തക്കുസ്തായിൽ ആരംഭിച്ചുവെങ്കിലും പിന്നീട് സഭ കാലഘട്ടത്തിലെ അതിൻ്റെ വിപുലീകരണത്തിലെ, അതിൻ്റെ വ്യാപനത്തിലെ, അതിൻ്റെ വളർച്ചയിലെ രാജാക്കന്മാരുടെ കൊട്ടാരങ്ങളിലെ ഒരു മതമായിട്ട് മാറി. ദ ഇമ്പീരിയൽ ഏജ് ഓഫ് ദ ചേർച്ച്. കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ മാനസാന്തരത്തിന് ശേഷം റോമ സാമ്രാജ്യത്തിലെ പൊതുശത്രുവായി കരുതിയിരുന്ന ക്രൈസ്തവരെ റോമ സാമ്രാജ്യത്തിൻ്റെ ഔദ്യോഗിക മതമാക്കി മാറ്റി. അതിനുശേഷം പിന്നെ സഭയുടെ വളർച്ച ദൈവകരങ്ങളുടെ അനുഗ്രഹങ്ങൾ കൊണ്ട് മാത്രമല്ല, ഭൗതിക സാമ്രാജ്യങ്ങളുടെ പിന്തുണ കൊണ്ടുകൂടെ സംഭവിച്ചതാണ്. ഇതിൻ്റെ ഫലമായിട്ട് സഭയുടെ വ്യാപനത്തിലെ, സഭയുടെ പ്രേക്ഷിത പ്രവർത്തനത്തിലെ ചില തെറ്റായ പ്രവണതകൾ കടന്നുകൂടി. പ്രത്യേകിച്ച് യൂറോപ്പ് മാനസാന്തരപ്പെട്ട ശേഷം യൂറോപ്പിൻ്റെ ഭരണാധികാരികൾ രാജ്യവ്യാപനത്തിൻ്റെ ഭാഗമായിട്ട് മിഷൻ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു. ഒരു വിധത്തിൽ പറഞ്ഞാൽ കൊളോണിയലിസം, രാജ്യം വ്യാപിപ്പിക്കാൻ മറ്റു രാജ്യങ്ങളിലേക്ക് കടന്നു കയറുന്ന ഒരു പ്രവണത. മിഷൻ പ്രവർത്തനത്തിൻ്റെ പേരിലാണ് ഇതൊക്കെ സംഭവിച്ചതെന്ന് കൂടെ നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ ആ പ്രവണതയുടെ തെറ്റായ ചില മാനങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഓർക്കുന്നത് നല്ലതാണ്. സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യം ഒരു ക്രൈസ്തവ രാജ്യമാണ്. അത് ഇന്ത്യയിലേക്ക് വന്നത് 2 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ അതിർത്തികൾ വളർത്താൻ, അതുപോലെ തന്നെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ കൊമേഴ്സ്യൽ എക്സ്പാൻഷൻ, വ്യാവസായികമായിട്ടുള്ള വളർച്ച, ഇത് രണ്ടും അതിൻ്റെ ഭാഗമായിരുന്നു. ഇത് ഒരു തെറ്റായ പ്രവണതയായിരുന്നു. പോർട്ടുഗല്, സ്പെയിൻ, ജർമ്മനി, അയർലൻഡ്, ഇംഗ്ലണ്ട്
വ്യത്യസ്ത യൂറോപ്യൻ രാജ്യങ്ങൾ രാജ്യം വ്യാപിപ്പിക്കാനും കച്ചവടം വർദ്ധിപ്പിക്കാനും നടത്തിയ വലിയ ഒരു മുന്നേറ്റം ഉണ്ടായിരുന്നു. ആ മുന്നേറ്റത്തിൻ്റെ ഫലമായിട്ട് സഭയുടെ വളർച്ച ദ്രുതഗതിയിൽ നടന്നു. ഒരുപക്ഷെ ദൈവം ആഗ്രഹിച്ചതിനേക്കാൾ കൂടുതൽ വളർച്ച ഭൗതിക രാജാക്കന്മാരുടെ സഹായത്തോടും സാമ്പത്തിക ബലത്തോടും പിന്തുണയോടും കൂടെ സഭയ്ക്ക് സംഭവിച്ചു. മാക്സിമം ഇല്ലൂദ് എന്ന അപ്പസ്തോലിക ലേഖനത്തിലെ ബെനഡിക്ട് 15 മാർപ്പാപ്പ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഈ തെറ്റായ 2 പ്രവണതകളും സഭ തിരുത്തുന്നു. ഇതിന് പാടില്ല. മിഷൻ വർക്ക് ഈസ് നോട്ട് ആൻ എക്സ്പാൻഷൻ ഓഫ് നാഷണലിസം. രാജ്യം വ്യാപിപ്പിക്കാനായിട്ട് രാജാക്കന്മാർ നടത്തുന്ന അശ്വമേധത്തിൻ്റെ യാത്രയല്ല മിഷൻ പ്രവർത്തനം. 2, കച്ചവടം വ്യാപിപ്പിക്കാനായിട്ട് വ്യവസായികൾ നടത്തുന്ന ഒരു മുന്നേറ്റമല്ല. നമ്മുടെ നാട്ടിൽ പോർച്ചുഗീസുകാരെ കോഴിക്കോട് കപ്പലിറങ്ങുമ്പോൾ അവരുടെ കൂട്ടത്തിൽ മിഷണറിമാരുണ്ടായിരുന്നു. ഈ രാജ്യം കണ്ടെടുക്കുമ്പോൾ, ഈ രാജ്യം അവർ കീഴടക്കുമ്പോൾ, ഈ രാജ്യത്തെ ക്രിസ്തുവിന് വേണ്ടി കീഴടക്കുക എന്നതിനേക്കാൾ കൂടുതൽ അവരുടെ മനസ്സിൽ അവർ സ്വപ്നം കണ്ടത് പോർച്ചുഗീസ് രാജാവിന് വേണ്ടി കീഴടക്കുക എന്നുള്ളതാണ്. പോർച്ചുഗീസ് കച്ചവട സംസ്കാരം വളർത്താനായിട്ട് കീഴടക്കുക. ഫെർണാണ്ടോ ഫിലോണി സുവിശേഷവൽക്കരണത്തിന് വേണ്ടിയുള്ള പരിശുദ്ധ പിതാവിൻ്റെ കോൺഗ്രിഗേഷൻ്റെ പ്രീഫെക്റ്റ് മാക്സിമം ഇല്ലൂദിൻ്റെ 100ാമത്തെ വർഷത്തിൻ്റെ ആഘോഷത്തോടനുബന്ധിച്ച് നടത്തിയ ഒരു സുവിശേഷ പ്രസംഗത്തിൽ കൃത്യമായിട്ട് പറയുകയുണ്ടായി, ഇനി ഒരിക്കലും സഭ രാജ്യം വ്യാപിപ്പിക്കാനോ കച്ചവടം വർദ്ധിപ്പിക്കാനോ സുവിശേഷ വേല ഏറ്റെടുക്കാൻ പാടില്ല. 100 വർഷങ്ങൾക്ക് മുൻപ് നൽകിയ ഈ പുതിയ ദിശാബോധത്തിൻ്റെ ഒരു അനുസ്മരണവും ആഘോഷവും ആത്മസമർപ്പണവുമാണ് ഈ മിഷൻ വർഷത്തിന് കാരണമായ മാക്സിമം ഇല്ലൂദ് എന്ന അപ്പസ്തോലിക ലേഖനത്തിൻ്റെ ഉറവിടം. അതുകൊണ്ട് തന്നെ മിഷൻ പ്രവർത്തനത്തെ ഒരുപക്ഷെ രാജ്യവ്യാപനത്തിനും കച്ചവട വ്യാപ്തിക്കുമുള്ള ഉപാധിയാക്കി മാറ്റുന്ന ഒരു പ്രവണത സഭ നിർത്തി. സഭയ്ക്കത് ആഗ്രഹമില്ല. അത് തെറ്റായ പ്രവണതയാണെന്ന് ബെനഡിക്ട് 15 മാർപ്പാപ്പ ചങ്കൂറ്റത്തോടുകൂടെ സഭാമക്കളെ ഓർമ്മപ്പെടുത്തിയതിൻ്റെ 100 വർഷത്തിൻ്റെ ആഘോഷമാണ് ഈ പുതിയ മിഷൻ മാസത്തിൻ്റെ ആചരണം. അതുകൊണ്ട് തന്നെ പരിശുദ്ധ പിതാവ് ഈ മിഷൻ ആചരണത്തിന് നൽകുന്ന 4 മാനങ്ങളുണ്ട്. 4 മാനങ്ങൾ പരിശുദ്ധ പിതാവ് ഈ മിഷൻ ആചരണത്തിന് നൽകുന്നുണ്ട്. 1ാമത്തെ മാനം, മാമോദീസ നൽകപ്പെട്ടത് അയക്കപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഈ എക്സ്ട്രാordinary മന്ത് ഓഫ് മിഷനിൽ മാർപ്പാപ്പ മുദ്രാവാക്യമായിട്ട് നൽകിയിരിക്കുന്നത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു പ്രയോഗമാണ്, ബെപ്റ്റൈസ് ടു ബി സെൻഡ്. മാമോദീസ നൽകപ്പെട്ടിരിക്കുന്നത് അയക്കപ്പെടാനാണ്. അയക്കപ്പെടാത്ത ആരും തന്നെ കത്തോലിക്കനല്ല, ക്രൈസ്തവനല്ല. ഫ്രാൻസിസ് മാർപ്പാപ്പ അപ്പസ്തോലിക ലേഖനത്തിൽ അവസാനിപ്പിക്കുന്നിടത്ത് പറയുന്ന ഒരു പ്രയോഗം എന്നെ വളരെ സ്വാധീനിച്ചു. എ ചേർച്ച് ഇഫ് നോട്ട് സെൻഡ് വിൽ നാച്ചുറലി എൻഡ്. അയക്കപ്പെടാത്ത സഭ, അയക്കപ്പെടാത്ത സഭ, പ്രേക്ഷിതമാനമില്ലാത്ത സഭ, അത് അജിരേണ സാവകാശം അന്യം നിന്നു പോകും. അതുകൊണ്ട് ഈ പ്രേക്ഷിത ആചരണത്തിൻ്റെ മാസത്തിലെ 1ാമത്തെ ലക്ഷ്യം ടു ബി ഫുള്ളി അവെയർ, പൂർണ്ണമായ ബോധ്യം, പൂർണ്ണമായ കാഴ്ചപ്പാട്, പൂർണ്ണമായ ആത്മസമർപ്പണം ഉണ്ടാകുക. 2ാമത്തേത്, മിഷൻ പ്രവർത്തനങ്ങൾ നടത്തിയ
മഹാരഥന്മാരായിട്ടുള്ള വിശുദ്ധരുണ്ട്. പത്രോസ് തുടങ്ങി, പൗലോസ് തുടങ്ങി, തോമസ് ലീഹ തുടങ്ങി, അവസാനം മദർ തെരേസായാലും കൊച്ചു ത്രേസ്യായാലും ചാവറയച്ചനിലും അൽഫോൻസമ്മയിലും മറിയം ത്രേസ്യായാലും ഒക്കെ എത്തി നിൽക്കുന്ന വിശുദ്ധന്മാരുടെ വലിയൊരു പട്ടികയുണ്ട്. മാർപ്പാപ്പ പറയുന്നു, സഭ പ്രേക്ഷിത പ്രവർത്തനം നടത്തേണ്ടത് എങ്ങനെയാണെന്ന് നമ്മെ പഠിപ്പിക്കുന്ന പാഠപുസ്തകങ്ങളാണ് അവരെക്കുറിച്ചുള്ള ഓർമ്മകൾ നമുക്ക് വീണ്ടും പുതുക്കാനുള്ളൊരു സന്ദർഭം. മൂന്നാമതായിട്ട് പരിശുദ്ധ പിതാവ് പറയുകയാണ്, ഈ മിഷണറി മാസം നമുക്ക് പുതിയ പോം വഴികൾ കണ്ടെത്തണം. റീഡിസ്കവറി ഓഫ് ദ മിഷണറി മെത്തഡോളജി, empowering our missionary ministries. നമുക്ക് പുതിയ സാധ്യതകളുണ്ട് മക്കളെ. ഇന്ന് മിഷൻ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും വലിയ അപകടം എന്താണെന്നറിയാമോ? മിഷൻ പ്രവർത്തനത്തിന് ഇനി സാധ്യതകളില്ലെന്നുള്ള ഒരു തെറ്റായ പ്രവണതയാണ്. ഞാൻ തന്നെ പലപ്പോഴും മിഷനിൽ ജോലി ചെയ്യുന്ന ഒരു മെത്രാനായതുകൊണ്ട് പറയുകയാണ്, എന്നെ കാണുന്ന പല തൃശ്ശൂക്കാരും ചോദിക്കാറുണ്ട്, പിതാവിൻ്റെ തല ഇപ്പോഴും ഉണ്ടോ? പിതാവിൻ്റെ വാല് വെട്ടിക്കളഞ്ഞോ? പിതാവിൻ്റെ കൈ മുറിച്ച് കളഞ്ഞോ? പിതാവിൻ്റെ കാല് മുറിച്ച് കളഞ്ഞോ? ചില പ്രതിസന്ധികളെ കണ്ടിട്ട് ഇനി ഒരിക്കലും മിഷൻ പ്രവർത്തനം സാധിക്കുകയില്ലെന്നുള്ളൊരു നിലപാട്. ഈ ഷക്കേന മിനിസ്ട്രി തന്നെ ഒരുപാട് പ്രതിസന്ധികളുടെ നടുവിലാണ് മിഷൻ പ്രവർത്തനം നടത്താനായിട്ട് ഈ ചാനൽ തുടങ്ങുന്നത്. സാമ്പത്തികമായിട്ട് വലിയ ഭാരങ്ങൾ അവർക്കുണ്ട്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഭാരങ്ങൾ ഏറ്റെടുക്കാൻ, ഈ പ്രതിസന്ധികളെ നേരിടാൻ സഭയ്ക്ക് കഴിയുന്നില്ലെങ്കിൽ സഭ അതിജീവിക്കുകയില്ല. അതുകൊണ്ട് തന്നെ മാർപ്പാപ്പ പറയുന്നു, മൂന്നാമത്തെ ലക്ഷ്യം അതിജീവനം, പുതിയ പോം വഴികൾ കണ്ടെത്തലാണ്. നാലാമത്തെ മാർഗം സഭയുടെ പ്രേക്ഷിത പ്രവർത്തനം സഭയുടെ ദൗത്യമാകുന്നത് സഭയുടെ എല്ലാ മക്കളും കരം കോർക്കുമ്പോഴാണ്. ഞാനും നിങ്ങളും കരം കോർക്കുമ്പോഴാണ് ഒരു പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ മനുഷ്യ ചങ്ങല അത് സൃഷ്ടിക്കാൻ ആൾബലം കൊണ്ടും അർത്ഥബലം കൊണ്ടും. ഞാനും നിങ്ങളൊക്കെ മിഷൻ സൺഡേ കവറിൽ കാശിട്ടിട്ട് മിണ്ടാതിരിക്കുക. എൻ്റെയും നിങ്ങളുടെയും സ്വാധീനം, എൻ്റെയും നിങ്ങളുടെയും സാന്നിധ്യം, എൻ്റെയും നിങ്ങളുടെയും താലന്തുകൾ, സിദ്ധികൾ, സാമ്പത്തികം ആവശ്യമില്ലാനുള്ള അർത്ഥത്തിലല്ല. മാർപ്പാപ്പ അതിനെ വിളിക്കുന്നത് മിഷണറി ചാരിറ്റി എന്നാണ്. സുവിശേഷ പ്രഘോഷണത്തിന് നമുക്ക് പരസ്നേഹത്തിൻ്റെ ഔദാര്യം ഉണ്ടാകട്ടെ. ഞാനും നിങ്ങളും പരസ്നേഹം കൊണ്ട് പരസ്പരം കരം കോർത്ത് ബലപ്പെടുത്താൻ നമുക്ക് കഴിയട്ടെ പ്രിയമുള്ളവരെ. ഒരുപക്ഷെ ഇനിയുള്ള പല ടോക്കുകളിലും ഇതേക്കുറിച്ചുള്ള വിശദാംശങ്ങളൊക്കെ പഠിക്കാൻ നമുക്ക് അവസരം കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഈ പ്രഭാഷണം അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാൻ ഒന്നേ ആഗ്രഹമുള്ളൂ. സഭയ്ക്കൊരു ദൗത്യമുള്ളൂ. ലോകത്തിൻ്റെ അവസാനത്തോളം, ലോകം എല്ലാ അതിർത്തികളും താണ്ടുവോളം കർത്താവിൻ്റെ സുവിശേഷം എല്ലാവരെയും അറിയിക്കുക. സുവിശേഷം അറിയിക്കാത്തവൻ, സുവിശേഷം പ്രസംഗിക്കാത്തവൻ, സുവിശേഷം മറ്റുള്ളവർക്ക് കൊടുക്കാത്തവൻ വന്ധ്യയായ സ്ത്രീക്ക് തുല്യമാണ്. ദാമ്പത്യ ബന്ധത്തിൽ വിവാഹം കഴിഞ്ഞിട്ട് മക്കളുണ്ടാകാത്ത മനുഷ്യരെ ഞാനും നിങ്ങളും പറയാറില്ലേ, കാക്കാത്ത അത്തിവൃക്ഷം. മിഷൻ പ്രവർത്തനം ചെയ്യാത്ത മനുഷ്യരെ കാക്കാത്ത അത്തിവൃക്ഷങ്ങളാണ്, ഫലം ചൂടാത്ത അത്തിവൃക്ഷങ്ങൾ. നമുക്ക് പ്രാർത്ഥിക്കാം മക്കളെ. കർത്താവിൻ്റെ സുവിശേഷം ഏറ്റവും തിടുക്കത്തോടെ, ഏറ്റവും അർത്ഥവത്തായിട്ട്, ആത്മാർത്ഥതയോടെ, ആവേശത്തോടെ, ആത്മസമർപ്പണത്തോടെ എല്ലാവരിലേക്ക് എത്തിക്കാൻ കർത്താവേ ഈ കാലഘട്ടത്തിലെ ഞങ്ങളെ അനുഗ്രഹിക്കണേ, ഞങ്ങളെ പ്രാപ്തരാക്കണേ. ദൈവം നിങ്ങളെയും നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.